السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. قال الله تعالى في القرآن الكريم: بسم الله الرحمن الرحيم وإنك لعلى خلق عظيم. قال النبي صلى الله عليه وسلم: إنما بعثت معلما. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കളെ, കൗൺസിലിംഗ് പഠന ക്ലാസ് ഒന്നാം ഭാഗം. നമ്മുടെ ഓരോ വീടുകളിലും ഓരോ സ്ഥാപനങ്ങളിലും കൗൺസിലിംഗ് പഠിച്ച ഒരാൾ ഉണ്ടായിരിക്കൽ വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ നാമൊക്കെ ഓരോരുത്തരും കൗൺസിലിംഗ് പഠിച്ചിരിക്കണം. അങ്ങനെ കൗൺസിലിംഗ് പഠിക്കുവാനുള്ള ചെറിയ ഒരു സഹായമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. കൗൺസിലിംഗ് പഠനം, കൗൺസിലിംഗ് പഠിക്കുന്നത് ആദ്യം സ്വയം നന്നാവാനാണ്, സ്വയം നേരെയാവണം. നമ്മുടെ മനസ്സ് ആദ്യം ക്ലിയർ ആവണം, സ്വയം ഹാപ്പി ആവണം. സ്വന്തമായി ഹാപ്പി ആയാലാണ്, സ്വന്തമായി മനസ്സ് ശാന്തമായാലാണ് നമുക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്കൊരിക്കലും കഴിയില്ല. ഒരു മാനസിക രോഗി, അതല്ലെങ്കിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ, ടെൻഷനായിരിക്കുന്ന ഒരാൾ, അയാൾക്ക് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിന് ശാന്തമാവാൻ വേണ്ടി, സ്വന്തം മനസ്സ് ഹാപ്പിയാവാൻ വേണ്ടിയിട്ടാകുന്നു നാം കൗൺസിലിംഗ് പഠിക്കുന്നത്. കൗൺസിലിംഗ് അഥവാ മനഃശാസ്ത്രം, സൈക്കോളജി എന്നൊക്കെ പറയും. മനഃശാസ്ത്രം എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ പെരുമാറ്റത്തെ പറ്റിയുള്ള ഒരു ശാസ്ത്രീയമായ പഠനമാണ്. ഇതിനാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. മനുഷ്യരുടെ പെരുമാറ്റം 4 ഇനത്തിലാണ് ഉള്ളത്. 4 രൂപത്തിലാണ് മനുഷ്യരുടെ പെരുമാറ്റമുള്ളത്. 1 സംസാരം, 2 ശരീരചലനം, 3 അവരുടെ ചിന്തകൾ, 4 മാനസിക വികാരം. ഇങ്ങനെ 4 രൂപത്തിലാണ് മനുഷ്യരുടെ പെരുമാറ്റം ഉള്ളത്. ഒന്നാമത് പറയുന്നത് സംസാരമാകുന്നു. 1 സംസാരം. നാം പറയുന്ന വാക്കുകൾ, ഈ വാക്കുകൾ വഴിവിട്ടു പോകുമ്പോൾ മനുഷ്യരുടെ പെരുമാറ്റത്തിന് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ അവൻ പലതും പ്രവർത്തിക്കുന്നു, പലതും പറയുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ വിവേകം നഷ്ടപ്പെടുന്നു. വിവേകം നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് ഒരു ചികിത്സ ആവശ്യമായി വരുന്നത്. അപ്പോൾ ഈ ഒരു ചികിത്സയാണ് നമ്മുടെ ഈ കൗൺസിലിംഗ് കൊണ്ട്, സൈക്കോളജി കൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം ശരീരചലനമാണ്. ശരീരചലനം എന്ന് പറയുമ്പോൾ പല രൂപത്തിലും നമുക്കത് കാണാൻ കഴിയും. മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ അവർ
അവരുടെ ശരീരം പല രൂപത്തിലും അവർ ആക്കുന്നു. അതിൻ്റെ കാരണം നമുക്കറിയാലോ, അവർക്ക് മാനസികമായുള്ള ഒരു സുഖമില്ല എന്നതാണ് അതിൻ്റെ കാരണം. ഈ മാനസികമായുള്ള പ്രയാസങ്ങൾ വരുമ്പോഴാണ് ശരീരം വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു ചികിത്സയാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. മൂന്നാമത്തെ കാര്യം ചിന്തകളാണ്. ചില ആളുകളുണ്ട്, അവർ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടും അല്ലേ. ഇങ്ങനെ ചിന്തിച്ച് കാട് കയറുക എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചിന്തയിലൂടെ കാട് കയറുക, ചിന്തയിലൂടെ പല സ്ഥലത്തേക്കും പോകുക, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരിക. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മുടെ ചിന്ത കാട് കയറിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ഒരു നിയന്ത്രണം നമുക്ക് വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ്.